നമുക്കിന്നൊരു യാത്ര പോയാലോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണം എന്ന് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന കടലിൻ്റെ പറുദീസയായ മാൽദീവ്സിലേക്ക്, അതായത് മാലിദ്വീപിലേക്ക്. തൊടുന്നതിനും പിടിക്കുന്നതിനും ഡോളറുകൾ ഒഴുകുന്ന മാലിദ്വീപ്. ഇന്ന് നമുക്ക് മാലിദ്വീപിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കൊച്ചു സുന്ദരി മാലി. ഒരു തവണ വന്നാൽ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. 24 അറ്റോളുകളിൽ 1190 ദ്വീപുകളിൽ ചേർന്നതാണ് മാലിദ്വീപ്. ഇതിൽ 187 മുതൽ 200 ദ്വീപുകളിൽ വരെ ജനവാസമുണ്ട്. മാലിദ്വീപിന്റെ തലസ്ഥാനമായ മാലയിൽ നിന്ന് 21 കിലോമീറ്റർ അകലെയുള്ള കാഫുഗുളി എന്ന കൊച്ചു ദ്വീപിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതും താമസിക്കുന്നതും. മാലയിൽ നിന്ന് ഗുളി ദ്വീപിലേക്ക് സ്പീഡ് ബോട്ടിലും ഫെറി ബോട്ടുകളിലും യാത്ര ചെയ്യാം. സ്പീഡ് ബോട്ടിൽ 30 മിനിറ്റ് കൊണ്ടും ഫെറി ബോട്ടുകളിൽ 1 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ടും എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഗുളി ദ്വീപിൽ 4 വർഷത്തോളമായി നമ്മൾ താമസിക്കുന്നു. അന്ന് മുതൽ ആഗ്രഹിച്ചതാണ് ദ്വീപിനെ പറ്റിയും ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റിയും നിങ്ങളെ അറിയിക്കണമെന്നുള്ളത്. ഈ ദ്വീപിൽ ആകെ കൂടി 1200 താഴെ മാത്രമേ ആൾക്കാർ താമസമുള്ളൂ. അതിൽ വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സും ഉൾപ്പെടും. പ്രകൃതി സുന്ദരവും ശാന്തവുമായ സ്ഥലമാണ് ഗുളി. ഓരോ ദിവസവും ഇവിടുത്തെ ടൂറിസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കെട്ടിടങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഭൂരിഭാഗവും 3 സ്റ്റാറും 4 സ്റ്റാറുമായ ഗസ്റ്റ് ഹൗസുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുക. ഇവിടെ താമസിക്കുന്നത് കുറച്ച് ചിലവേറിയ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭൂരിഭാഗം സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. എങ്കിലും നാട്ടിൽ ഉള്ളതിൻ്റെ 3-4 ഇരട്ടി പണം നമുക്കിവിടെ കൊടുക്കണം. ഇവിടെ ആകെ വില കുറച്ച് കിട്ടുന്നത് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത് അരി, മൈദ, പഞ്ചസാര എന്നിവയൊക്കെയാണ്. 1 കിലോ അരിക്ക് ഏകദേശം 5 റുഫിയാണ് വരുന്നത്. അതായത് ഇന്ത്യൻ മണിയിലേക്ക് നോക്കുകയാണെങ്കിൽ 29 രൂപ. പച്ചക്കറികളും മറ്റ് ചില സാധനങ്ങളും ഇവിടെ ദ്വീപിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മാസവും 1-2 തവണ മാലയിൽ പോയി അവിടുന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് കൊണ്ടുവരികയാണ് ചെയ്യാറ്. ഈ ദ്വീപിൻ്റെ ആകെയുള്ള നീളം 540 മീറ്ററും വീതി 250 മീറ്ററുമാണ്. അതായത് ഒരു ചെറിയ ടൗൺ ഏരിയ. 1 മണിക്കൂർ കൊണ്ട് കറങ്ങിക്കാണാവുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ദ്വീപിലുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ ദ്വീപിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ ശ്രമിക്കാം.